അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ അറിവിലൂടെ, ഈ ചാനലിലൂടെ, ഈ പാഠ്യ പദ്ധതിയിലൂടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനൊരുപാട് ആഗ്രഹിക്കുന്നവർ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ കുറഞ്ഞ സമയമാണ്. അത് ജീവിതമായാലും ഏതൊരു കാര്യമായാലും കുറഞ്ഞ സമയമുള്ളൂ. പക്ഷെ നമുക്ക് എത്തിപ്പെടാൻ, നേടിയെടുക്കാൻ, അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ സന്ദേശം, ഒരു ലക്ഷ്യം കൂടുതൽ സമയത്ത് കൂടുതൽ അറിവ് എന്നാണ്. വളരെ നീട്ടിപ്പരത്തി പറഞ്ഞ നിങ്ങളെ സമയം കളയണില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ശനിയാഴ്ചകളും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ കാറ്റഗറിയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതും പഠിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അള്ളാഹു നല്ലൊരു അമലാക്കി, അള്ളാഹുവിന്റെ സ്വർഗം കിട്ടുന്ന ഒരു അമലാക്കി അല്ല കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പ്രിയമുള്ളവർ, ഇന്ന് ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ കുടുംബ ജീവിതം താറുമാറാവുക എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യം ജീവിതത്തെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്, വിജയത്തിൽപ്പെട്ടതാണ്. 4 കാര്യങ്ങൾ വിജയത്തിൽപ്പെട്ടതാണ്. 1, സ്വാലിഹത്തായ ഭാര്യ. സ്വാലിഹത്തായ ഭാര്യ അത് ജീവിതത്തിന്റെ വിജയത്തിൽപ്പെട്ടതാണ്. പക്ഷേ ആ 4 കാര്യങ്ങൾ, ഒന്നാമത്തെ നബി തങ്ങൾ സ്വാലിഹത്തായ ഭാര്യയിൽ ഒരു കാര്യത്തിൽ എണ്ണിയപ്പോൾ ഇന്ന് പല കുടുംബ ജീവിതങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിന്റെ കമന്റ് ബോക്സ് ഒന്ന് പരിശോധിച്ചു. ഉസ്താദെ, ഭർത്താവിന് സ്നേഹമില്ല, കുടുംബജീവിതം പ്രശ്നമാണ്, ഭർത്താവിന് സ്നേഹമില്ല, ഭാര്യയ്ക്ക് സ്നേഹമില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൊട്ടലുകളും ചീറ്റലുകളുമായി നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോവാണ്. പക്ഷെ അത് പലരും പുറത്തു പറയണില്ല, ഉള്ളിലൊതുക്കുന്നു. തീരെ നിർവാഹമില്ലാതെ വരുമ്പോൾ പുറത്തു പറയുന്നു. പുറത്തു പറയുമ്പോൾ ഏകദേശം അതിന്റെ തൊലാഖിന്റെ വക്കിലെത്തുന്നു. അങ്ങനെ എത്രയോ പ്രതിസന്ധികൾ. ഈ അടുത്ത് ഒരു ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകളെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ, കുഞ്ഞ് പ്രസവിച്ചിട്ട് 60-70 ദിവസമേ ആയിട്ടുള്ളൂ, പ്രശ്നം ഉണ്ടായിരുന്നു വീട്ടിൽ, അത് ഓള് പറഞ്ഞില്ല. ശരിയാകും, ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞില്ല. അവസാനം തീരെ നിർവാഹമില്ലാതെ ഒരു ദിവസം മോൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ഉമ്മ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, ഇപ്പൊ നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ മയ്യത്തരങ്ങൾ കൊണ്ടുപോയി വരിക എന്ന് എന്റെ മോൾ എന്നെ വിളിച്ച് പറഞ്ഞു. ഉസ്താദേ, ഞാൻ പോയി അവിടെ ചെന്ന് സംസാരിച്ചപ്പോഴാണ് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലായത്. ഞാൻ ചോദിച്ചു, മോളെ എന്താ നീ പറയാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഒരു ജീവിതമല്ലേ ഉമ്മ, എൻ്റെ ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അല്ലെങ്കിൽ എൻ്റെ അമ്മാവി നാളെ ശരിയാകും, എൻ്റെ ഈ ഭർത്താവിൻ്റെ ഉമ്മ ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അത് ആ പുതുമയുടെ പ്രശ്നമായിരിക്കും, പരിചയമില്ലാത്ത പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു. തീരെ എനിക്ക് നിർവാഹമില്ല എന്നാണ്. നമ്മൾ ആലോചിച്ചൊക്കെ, എന്നാ മോള് വീട്ടിലാണ്, അള്ളാഹു കുടുംബത്തിലൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികൾ, കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുമ്പോൾ പരസ്പരം സ്നേഹമുണ്ടാകാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് സ്നേഹം കിട്ടാൻ, ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഹലാലായ ബന്ധങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള കാര്യമാണ്. ഖുർആൻ വെച്ച് നമ്മൾ കളിക്കരുത്, ഖുർആൻ വെച്ച് കളിക്കരുത്. അപ്പൊ ഹലാലായ ബന്ധത്തിൽ നമുക്ക് സ്നേഹം പ്രകടമാക്കാൻ, ഭാര്യയ്ക്ക് ഭർത്താവിനാകട്ടെ, ഭർത്താവിന് ഭാര്യയിലാകട്ടെ, മക്കൾക്ക് മാതാപിതാക്കൾ, മക്കൾ അമ്മായിയമ്മ, മരുമകൾ, അങ്ങനെ ആർക്കും ഇത് ഉപകരിക്കുന്നതാണ്, ആർക്കും ഇത് ഉപകരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എന്താ ചെയ്യേണ്ടത്? മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ആരെങ്കിലും മൻ ഖറഅ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി എന്നൊരു ആയത്തുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ മുത്തുനബി തങ്ങളോട് റബീഅ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള വചനം ഏതാ? 6666 പരം ആയത്തുള്ള 114 സൂറത്തുകളുള്ള പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ വചനം ഏതാ? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് ആയത്തുൽ കുർസി എന്നാണ്. ആ ആയത്തുൽ ഇതായിരുന്നു ഉസ്താദെ, പക്ഷെ എങ്ങനെ ഓതണം? ആയത്തുൽ കുർസി മഹത്വം ഇല്ല എന്ന് പറയണില്ല, അതൊക്കെ നമുക്ക് അറിയാം ഉസ്താദെ, പക്ഷെ എങ്ങനെ ഓതണം അതും കൂടി മനസ്സിലാക്കണം. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ആരെങ്കിലും ആയത്തുൽ കുർസി വാഹിദത്തും വ അർബഈന മറ 41 വട്ടം, ശ്രദ്ധയോടെ കേൾക്കണം, 41 വട്ടം ആയത്തുൽ കുർസി ഓതണം. എങ്ങനെ ഓതണം? അലാ മാഇൻ ഔ ശറാബിൻ, ഒന്നുകിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ, അല്ലെങ്കിൽ കുടിക്കുന്ന പാനീയത്തിൽ, ഏതും ആയിക്കോട്ടെ. ചിലപ്പം വെള്ളം എപ്പോഴും കുടിക്കുന്ന ഒരാളായിരിക്കും, എപ്പോഴും ചൂടുവെള്ളം കുടിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും തണുത്ത വെള്ളം കുടിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും ജ്യൂസ് കുടിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ കുടിക്കുന്ന എന്തും ആയിക്കോട്ടെ, കുടിക്കുന്ന ചായ ആകട്ടെ, പാലാകട്ടെ, ഏതുമാകട്ടെ, കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൽ 41 വട്ടം നമ്മൾ ഓതണം. അങ്ങനെ ഓതി ഇഷ്ഫി എന്ന് ഓതുക. ഇഷ്ഫി എന്ന് ഓതിയിട്ട് ആ മനുഷ്യന് നമ്മൾ കുടിക്കാൻ കൊടുത്താൽ നമ്മൾ പതിവാക്കിക്കോളി. നമ്മൾ വലിയ മുത്തക്കിങ്ങളും മുഖലിസീങ്ങളൊന്നും അല്ലപ്പോ. ഉണ്ടോ? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കുന്നതിൽ ഉറപ്പുണ്ടോ? ഇല്ല.
അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു തവണ കൊണ്ട് ശരിയായിക്കൊള്ളണമെന്നില്ല. ഇതൊന്ന് പതിവാക്കിക്കൊള്ളും. എത്ര സമയം വേണം? എത്ര സമയമാണ്? ആയത്തിൽ കുറിച്ച് അറിയാത്ത ആരാവുള്ള? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എത്ര മിനിറ്റ് വേണം? ഇതറിയാത്ത ഒരു മനുഷ്യനുണ്ടാവൂല അല്ലേ? അത് നമ്മൾ 41 വട്ടം വെള്ളത്തിൽ ഊതിയിട്ട് ആ മനുഷ്യന് കുടിക്കാൻ കൊടുക്കും. ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, അമ്മായിയമ്മയാകട്ടെ, മരുമകളാകട്ടെ, നമ്മളത് കുടിക്കാൻ കൊടുത്താൽ ആ സ്നേഹം ഉണ്ടാവും. കാമുകന് കൊടുത്ത് പരീക്ഷിക്കാൻ നിൽക്കണ്ട, കാമുകി കൊടുത്ത് പരീക്ഷിക്കാൻ നിൽക്കണ്ട, ഖുർആൻ വെച്ച് നമ്മൾ കളിക്കണ്ട. നന്മയ്ക്ക് പകരം തിന്മയായിരിക്കും റബ്ബ് നമുക്ക് ഇട്ട് തരിക, അദാബായിരിക്കും ഇട്ട് തരിക. അള്ളാഹു നമുക്കാക്കട്ടെ. ഹലാലായ ബന്ധങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ ജോലി ചെയ്യാൻ കഫീലിന് നമ്മളോട് സ്നേഹമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രവാസികൾ കഫീലിനോട് സ്നേഹമില്ല. ഓൻ കടയിലൊക്കെ വരുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്, ആ വെള്ളം ഓതി വെക്കുക, വനമ്പം കുടിക്കാൻ കൊടുത്തേക്കുക, മാറ്റം ഉണ്ടാവും. വരുന്ന സമയത്തൊക്കെ ആ വെള്ളം കുടിക്കാൻ കൊടുത്തോളി, മാറ്റം ഉണ്ടാകും. നമ്മൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ഓഫീസർക്ക്, മാനേജർക്ക് നമ്മളോട് ഇഷ്ടമില്ല, ഒരു അനുകമ്പയില്ല, ഇത് കൊടുത്താൽ മതി. ആ നീയത്തായിരിക്കണം, നീയത്ത് നന്നാകണം. അപ്പൊ താത്തിയായിരിക്കും മാനേജർക്ക് എത്തി വെള്ളം കൊടുത്ത ഓനോട് സ്നേഹം, ആ സ്നേഹം വേറെ രീതി, അങ്ങനെ ആകരുത്. ഹലാലായ ബന്ധങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. മറ്റൊരു നേട്ടം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. മൻ ഖറഅ ആയത്തുൽ കുർസി. ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉദ്ദേശം നിറവേറാനുണ്ട്, പല ആവശ്യങ്ങളാണ്, വീടില്ല, മക്കളില്ല, അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂ പാസ്സാകണം, ജോലി കയറ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകണം, അങ്ങനെ നമുക്ക് ഹലാലായ മുറാദ് ഉണ്ടാവും. വീട് പണി നടക്കുന്നത് പൂർത്തിയാകുന്നില്ല, മക്കളില്ല, അങ്ങനെ പല ആവശ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഏതൊരു ഹലാലായ മുറാദുകളും ഹാസിലാകാൻ മൻ ഖറഅ ആയത്തുൽ കുർസി വാഹിദത്തുൻ വ അർബഈന മറ 41 വട്ടം ഓതണം. എപ്പോ ഓതണം? ഇൻദൽ ഉറൂബ്, അസ്തമാന സമയം എന്ന് പറഞ്ഞാൽ മഗ്രിബിന് തൊട്ട് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്ന സമയമുണ്ടല്ലോ, അസ്തമാന സമയം. നമ്മളൊരു 6:30ക്കാണ് അസ്തമയമെങ്കിൽ നമ്മളൊരു 6:20, 6:15 റെഡിയായി ഒളുവൊക്കെ എടുത്ത് ഉമ്മമാരെ നിസ്കാരപ്പാലിരിക്കുക, വാപ്പമാരെ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ഇരിക്കുക, ഇരുന്നിട്ട് 41 വട്ടം ആയത്തുൽ കുർസി നിങ്ങൾ ഓതിയിട്ട് ദുആ ചെയ്താൽ, ഇതങ്ങ് പതിവാക്കിയാൽ ഉറപ്പായും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? ആ മഹാരഥ രേഖപ്പെടുത്തിയ ഹദീസ് എന്താ, ആ വാക്കെന്താണെന്നറിയോ? കിതാബിൽ കാണാം, അത് നിറവേറി എന്നാണ്. അത് നിറവേറൂന്നല്ല, നിറവേറി എന്ന മുജറബായ അമലാണ്. മുജറബായ അമല് ഒരു വട്ടം ഓതി നടന്നില്ല, 2 വട്ടം നമ്മൾ പതിവാക്കണം. നമ്മുടെ ഈമാൻ, നമ്മുടെ കൽബ്, നമ്മുടെ ഖുർആനുമായി ബന്ധം, നമ്മുടെ ഓതുന്ന പിശകുകൾ, ഇതെല്ലാം പരിഗണിച്ച് വേണം നമ്മൾ ഓതാൻ. ഒരു ദിവസം ഓതിയിട്ട് കിട്ടിയില്ല, ഉസ്താദ് പറഞ്ഞെന്താ, വെറുതെ പറയാണോ? നമ്മുടെ തഖ്വയുടെ, നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, മഗ്രിബോട് അടുത്ത സമയത്ത്, മഗ്രിബിന്റെ സമയത്ത് 41 വട്ടം ഈ ആയത്തുൽ കുർസി ഓതിയിട്ട് ദുആ ചെയ്താൽ ഖുലിയത്, നിറവേറി എന്നാണ് മഹാരഥൻ രേഖപ്പെടുത്തി വെക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനിപ്പിക്കാം. നമ്മുടെ വീട്ടിൽ 40 വട്ടം ഇത് പതിവാക്കിയാൽ, നമ്മുടെ വീട്ടിൽ സുബഹി കഴിഞ്ഞ വീട്ടിലാണ് ഓതുന്നത്, മഗ്രിബ് കഴിഞ്ഞാണ്, മഗ്രിബോട് അടുത്ത സമയത്ത് വീട്ടിൽ തന്നെയാണോ ഓതുന്നത് എങ്കിൽ അത് ഇതിൽ ഉൾപ്പെടും. എന്നാൽ 40 വട്ടം, ഇനി അതല്ല വേറെ കാര്യത്തിനുണ്ട്, 40 വട്ടം ഒരു വീട്ടിൽ പതിവാക്കിയാൽ ആ വീട്ടിൽ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ലെന്നാണ്. പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ പ്രശ്നം വീട്ടിൽ പൈശാചിക ഉപദ്രവങ്ങൾ വലിയ പ്രശ്നമാണ്. രോഗങ്ങൾ മാറൂല, കലഹങ്ങളാണ്, കലാപങ്ങളാണ്, പിണക്കങ്ങളാണ്, വഴക്കുകളാണ്, ഛിദ്രതകളാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും പൈശാചിക ഉപദ്രവങ്ങൾ. രോഗങ്ങൾ മാറുന്നില്ല, വറക്കത്തില്ല, കടങ്ങൾ, ആകെ പ്രശ്ന പ്രതിസന്ധികളാണ്. അതെല്ലാം മാറാൻ ആയത്തുൽ കുർസി വീട്ടിൽ 40 വട്ടം പതിവാക്കിക്കൊള്ളി. അതോടൊപ്പം എല്ലാ ഫർദ് നമസ്കാര ശേഷം ഒരേ ഒരു വട്ടം, എല്ലാ ഫർദ് നിസ്കാരം കഴിഞ്ഞ് ഒരു വട്ടം നിങ്ങൾ ആയത്തുൽ കുർസി പതിവാക്കിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാത്തതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, മരിച്ച സ്വർഗത്തിലാണ്. അവന്റെയും സ്വർഗത്തിന്റെ ഇടയിൽ ഒരൊറ്റ മറയേ ഉള്ളൂ. എന്താണ് അത്? മരണമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹു നമുക്കൊക്കെ സ്വർഗം തരട്ടെ, നരകത്തെ തൊട്ടുള്ള കാവൽ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസിയുടെ മഹത്വം നമ്മൾ അറിയണം. ഒരുപാട് മഹത്വമുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ വിശാലമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഒന്ന്, കുടുംബജീവിതത്തിൽ താറുമാറായിക്കൊണ്ടിരുന്ന കുടുംബജീവിതത്തിന് സ്നേഹങ്ങൾ പ്രകടമാകാൻ, അത് പ്രകടിപ്പിക്കാൻ, നമ്മുടെ അനുകമ്പയുണ്ടാകാൻ, ഇഷ്ടമുണ്ടാകാൻ, സ്നേഹം തിരിച്ചു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. അതോടൊപ്പം നമ്മുടെ ഹലാലായ മുറാദ് നിറവേറാനുള്ള ആ 2 മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ആയത്തുൽ കുർസി ഈ സമയത്ത് ഏതൊക്കെയാണ്? ഒന്ന്,
അസ്തമാന സമയത്ത് ഓതുക. മറ്റൊന്ന് നമ്മളെ വെള്ളത്തിൽ ഓതിയിട്ട് അല്ലെങ്കിൽ കുടിക്കുന്ന പാലത്തിൽ ഓതിയിട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് കുടുംബ ജീവിതത്തിൽ ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹ് നിറവേറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസ പ്രതിസന്ധികളൊക്കെ അല്ലാഹു നമുക്ക് മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ, കുറഞ്ഞ സമയം കൂടുതൽ അറിവ്, വളരെ വിശാലമായി പറയാനുള്ള സമയമോ സന്ദർഭങ്ങളോ നമുക്കില്ല. നമ്മൾ വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക, ആരെയും വലിച്ചു നീട്ടി ഇരുത്തി മുഷിപ്പിക്കുന്നില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇനി നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. ബദറിൻ തീരം ലൈവ് എന്നാണ് ആ ചാനലിന്റെ പേര്. നമ്മുടെ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും മൺമറഞ്ഞു പോയ മഹാരഥന്മാർ, സ്വഹാബാക്കൾ, പ്രവാചകന്മാർ, അവരുടെ ചരിത്രം നമ്മിൽ നിന്ന് അന്യായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് മറന്നുപോയി, ആ ചരിത്രങ്ങൾ അറിയില്ല. അവരുടെ ജീവിത ചരിത്രം ജനനം മുതൽ മരണം വരെ പാടിയും പറഞ്ഞും മനസ്സിലാക്കുന്ന ഒരു ചരിത്ര പഠനമാണ് ആ മജ്‌ലിസ്. അതിലൂടെ തിബ്ബുസലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലി ദുആ ചെയ്യുന്ന 10,000 ആളുകൾ ആമീൻ പറയുന്ന മജ്‌ലിസാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മജ്‌ലിസ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് കമന്റുകൾ കാണുന്നുണ്ട്. ഒരുപാട് ആൾ കമന്റിലൂടെ എഴുതി അറിയിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.